ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ പത്തനംതിട്ടയിലുള്ള ചായലോട് ആശ്രമത്തിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ അനിയത്തി അവിടെ പത്തനംതിട്ടയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് അവർ പ്രെയറിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ പോയിട്ടില്ല അവിടെ. അപ്പോൾ അവളാണിപ്പോൾ പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നപ്പോൾ എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ കണ്ടു, വന്ന വഴിയും ഇതൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. വലിയൊരു കവാടം പോലെ ഒരു വാതിലുണ്ട്. നല്ല രസമാണ്. ആ വാതിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. നല്ല ഒരു ഭംഗിയുള്ളൊരു തടി കൊണ്ട് നിർമ്മിച്ചൊരു വാതിലാണ്. പിന്നെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ കുറേ വഴികളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇതൊരു പള്ളിയാണെങ്കിലും ഒരു കൊട്ടാരത്തിൻ്റെ ഒരു രീതിയിലാണ് ഇത് പണിതിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതിൻ്റെ പരിസരമാണെങ്കിലും ഒരു കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതൊരു മലമ്പ്രദേശമായതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ ഒരു നേച്ചർ ബ്യൂട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതാണ് പള്ളിയുടെ വാതിൽ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പള്ളിയുടെ വാതിൽ. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഈ തുറക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ കാണുന്നത് വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പള്ളിയിലൊക്കെ നമ്മൾ പോകുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ആരാധനാലയത്തിൽ പോകുമ്പോഴും നമുക്ക് നല്ലൊരു പീസ്ഫുള്ളാണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാണാൻ തന്നെ ഇങ്ങനെ ഒരു, ഞാനും ആക്ച്വലി പോയിട്ടില്ല എങ്കിലും എനിക്ക് ഈ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇതാണ് പള്ളിയുടെ ആ ഒരു അൾത്താര ഏരിയ. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു ഇത് കെടാവിളക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല നന്നായിട്ട് തെളിഞ്ഞ് കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എല്ലാവരും വന്ന് എണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും അവിടെ. പിന്നെ ഇങ്ങനെ ഇഷ്ടം പോലെ ചിത്രങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചുമരുകളിലും അകത്തൊക്കെ ഒരുപാട് വിശുദ്ധന്മാരുടെയും അല്ലെങ്കിൽ ഓരോരോ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ ഇൻസിഡൻസും കാണിച്ചുകൊണ്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ആക്ച്വലി നമുക്കിങ്ങനെ നടന്ന് കാണാൻ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് കുട്ടികളുമായിട്ടൊക്കെ പോവാനും നമുക്ക് അവരെ നമ്മൾ ടൂറ് പോകുന്നത് വേറൊരു ഏരിയയാണ്. പക്ഷേ ഇങ്ങനെ വിശുദ്ധ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും അത് കുറച്ചും കൂടെ നമ്മുടെ ലൈഫിന് കുറച്ചുകൂടെ നല്ലൊരു പോസിറ്റീവ് എനർജി തരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു വൈബാണ് എനിക്ക് ഈ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ തന്നെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പം ഇവിടെയും ഒത്തിരി പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അൾത്താരയാണ്. ഇവിടെ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ വിശുദ്ധന്മാരുടെയും ദൈവത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും നമ്മളെ പ്രതിധ്വനിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് ആക്ച്വലി ഇതിനെക്കുറിച്ച് നല്ല ഒരു അറിവില്ല. എങ്കിൽ പോലും ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നമ്മുടെ പള്ളിയിൽ ഓരോ കാര്യങ്ങളും ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് നടന്ന് കാണാൻ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഓരോരോ ചിത്രങ്ങളും കണ്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻപിലേക്ക്. അങ്ങനെ കുറേ ഇങ്ങനെ പോയിട്ട് പിന്നെ നമ്മുടെ പള്ളിയുടെ ഓരോരോ വശങ്ങളിലേക്കൊക്കെ പോയി അവിടെ ഓരോ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഓരോ ചിത്രങ്ങളും പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട്